സ്ഥാനാർത്ഥികൾ എല്ലാതും ആദ്യം വന്നത് ഞങ്ങളുടെയാണ്. ഞങ്ങളുടെ മണിക്കൂറും കണക്കൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പോസ്റ്റിട്ട ആളുകളുടെ പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ വരാൻ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോൾ നോമിനേഷൻ ഡേയുടെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ടാണ് പല സ്ഥാനാർത്ഥികളെ ഉന്തി തള്ളിന്നലെ അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കുറച്ച് മണിക്കൂറുകൾ വൈകിയപ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ അവസാനം അവരവരുടെ പട്ടിക ഫൈനലൈസ് ചെയ്യാൻ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ച മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അത് അവിടെ എന്ത് ഡീല് ആര് തമ്മിലുണ്ടാക്കിയാലും ജനങ്ങൾ UDFുമായിട്ടാണ് പാലക്കാട് ഡീല്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞതാണ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിനകത്ത് പിഷാരടി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു സിനിമാക്കാരൻ കലാകാരൻ എന്നുള്ള രീതിയിൽ ജയിച്ചു വന്നു എന്ന് കേൾക്കുന്നതിനേക്കാളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് UDF പ്രവർത്തകനായ കോൺഗ്രസിന് ഒരു ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്ന കാലത്ത് ജീവിക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ സംസ്ഥാനത്തോ രാജ്യത്തോ ഒന്നും ഭരണമില്ലാത്ത കാലത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം വർഗീയതക്കും വിദ്വേഷത്തിനും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കുമെതിരെ രാജ്യം ഒരുമിക്കാൻ നടത്തിയ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം വന്ന ഒരാളാണ് പിഷാരടി. ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെ വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹമോടെ പ്രകടിപ്പിച്ചത്. എന്ന് മാത്രമല്ല അവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും അത്തരം ഡീലുകളൊന്നും അതാത് പാർട്ടികളുടെ പ്രവർത്തകർ പോലും ഏറ്റെടുക്കില്ല. ജനങ്ങളുമായിട്ടുള്ള ഡീല് UDF ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ജയിക്കും. ആരുടെ അല്ല, ഞാൻ ഒരു സ്ഥാനാർത്ഥിയെയും ആ തരത്തിലുള്ള വർത്തമാനത്തിനൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ അവിടെ പാലക്കാട്ടെ ചിത്രം വളരെ ക്ലിയറാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് പാലക്കാട് ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ പ്രവർത്തകർക്ക് പോലും സംശയം വരുന്ന തരത്തിലാണ് ചില തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഞാൻ ആരെയും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കാൻ ഞാനില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനെ ആവർത്തിക്കുന്നു. അവിടെ UDF ജയിക്കും. UDFന് അവിടെ ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊരു സംശയം വേണം. ഞങ്ങളുടെ വർക്കേഴ്സ് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. 140 സ്ഥാനാർത്ഥികളായി, കാൻഡിഡേറ്റ്സ് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്. ഈ PR എക്സസൈസും ഗവൺമെന്റിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതോടുകൂടി ജനങ്ങളുടെ പണം കൊണ്ട് ദൂർത്തടിച്ചിരുന്ന PR എക്സസൈസ് നിർത്തേണ്ടതായിട്ട് വന്നു. ഇപ്പൊ വീണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയാവുക. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോട് ചോദിക്കുന്നു, 5 പേർ മെഡിക്കൽ കോളേജിലെ ഫയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സെക്കൻഡ് അത് ചെയ്യരുതേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു സെക്കൻഡ് അവരവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾ അതിനനുവദിക്കുക. അവർ നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനനുവദിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 പേരുടെ ജീവൻ പൊലിഞ്ഞു തീപിടുത്തത്തിൽ, അല്ലേ? 5 പേരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാവാത്തത്? കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ പൊലിഞ്ഞപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന് ശേഷം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 5 പേരുടെ ജീവൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഭരണരംഗത്തുള്ളവരുടെ അനാസ്ഥകൾ മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. റോട്ടിൽ ഗുണ്ടകൾ പരസ്യമായി ഏറ്റുമുട്ടി ആളുകളെ കൊല്ലുക പട്ടാപ്പകൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാവാണ്. UDFന്റെ കാൻഡിഡേറ്റ്സും പ്രവർത്തകരും ഫീൽഡ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ജനകീയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അതിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കോർണർ ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. അത് പേരാമ്പ്രയിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരിക്കും. മറ്റൊന്ന് പ്രധാനമായിട്ട് ഇപ്പം ഇന്നലെ INLന്റെ അഹമ്മദ് ദേവർകോവിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ ഒരു നോമിനിയായിട്ട്, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ നോമിനിയായിട്ടാണ് ഇവിടേക്ക് എത്തിയിറക്കിയത് എന്നുള്ളതാണ്. എന്താണ് ആ വിഷയത്തിലുള്ള ഒരു മറുപടി? കാരണം ഫാത്തിമ തഹ്ലിയ വനിതാ ലീഗിന്റെ ഒരു ആളല്ല, വനിതാ ലീഗിൽ നിന്ന് വലിയ എതിർപ്പ് നിലനിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഫാത്തിമ തഹ്ലിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വെറും 2 മാസമേ ആകുന്നുള്ളൂ. അതിനിടയിൽ ഫാത്തിമ തഹ്ലിയെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പോരെ, മറ്റൊന്നും ജനങ്ങളോട് ഇവർക്ക് പറയാനില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ വിഭാഗീയതയും തമ്മിലടിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളല്ലാതെ ജനങ്ങളോട് വേറെ എന്തെങ്കിലും പറയാനുള്ള ഒരു മുന്നണിയോ പാർട്ടിയോ നേതാക്കന്മാരോ ആണോ അവർ?
എന്തൊരു പ്രസ്താവനയാണ്. ഒരു പുതുമുഖ സ്ഥാനാർത്ഥി താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം നടന്നു വന്ന് MSFന്റെ, ഹരിതയുടെ, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാള്, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാള്, കോർപ്പറേഷൻ കൗൺസിലറായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ വിളിച്ചു പറയാൻ അവർ ഗതികേടാണത്. CPIMന്റെ LDFന്റെയും ഗതികേടാണ് ഇങ്ങനെ വിഭാഗീയ അജണ്ടകളും വെച്ചിട്ട് രംഗത്തിറങ്ങുന്നത്. അതൊക്കെ പേരാമ്പ്രയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ തള്ളിക്കളയും. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഉറപ്പാണ്, മറ്റൊന്നും പറയാനില്ലാത്തവരുടെ വിലാപമാണത്. ഈ മമ്മൂട്ടി ഇന്നലെ വീഡിയോ കോളിൽ രമേശ് പിഷാരടിക്ക് പിന്തുണ കൊടുക്കുന്നു. ആസിഫലി പറയുന്നു പ്രചാരണത്തിനായി വേണമെങ്കിൽ എത്താമെന്ന് പറയുന്നു. ഇത് ഈ രമേശ് പിഷാരടി എന്ന സിനിമാ നടന് മാത്രം ലഭിക്കുന്ന പിന്തുണയാണ്, അതോ UDFനോടൊരു പിന്തുണ ഇൻഡയറക്റ്റ് ആയിട്ടും ഈ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നുണ്ടോ? അതിനകത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രമേശ് പിഷാരടി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടതാണ്. അപ്പൊ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമാ നടനായതിന്റെ പേരിലോ അല്ലെങ്കിൽ സിനിമാ നടന്മാർ പ്രചരണം ചെയ്തതിന്റെ പേരിലോ ജയിച്ചു എന്ന് കേൾക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ രാഷ്ട്രീയം ഇവിടെ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞത്. ഒന്ന്. രണ്ട്, ആസിഫ് അലിയൊക്കെ പറഞ്ഞതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ അധികാരത്തിൽ വരണം. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭയങ്കര പ്രോ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രോ UDF സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. അപ്പം പിഷാരടിക്കുള്ള പിന്തുണയും സ്നേഹവും തന്നെ ആയിരിക്കാം. ആ പിന്തുണയും സ്നേഹം കൊടുക്കുമ്പോൾ പിഷാരടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അതിനെതിരായിട്ട് പിഷാരടിക്ക് ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് പിന്നെ അവര് വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാനായിട്ട് ആരും വിളിക്കില്ല. കാരണം എന്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്തുണച്ചവർക്ക് നന്ദി. ഒപ്പം ഈ നേരിട്ട് UDFും NDAയും തമ്മിൽ തന്നെയാണോ പാലക്കാട് ഇത്തവണ മത്സരം? ഇപ്പൊ പാലക്കാട്ടെ മത്സര ചിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകൾ, 2016 തെരഞ്ഞെടുപ്പ്, 21 തെരഞ്ഞെടുപ്പ്, 19 ലോക്സഭ, 24 പിന്നെ ലോക്സഭ, ഇപ്പം അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി. അപ്പൊ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ അക്കാര്യത്തിൽ ക്ലിയറാണ്. അവിടെ BJP എത്ര വലിയ ക്ലെയിം മുന്നോട്ട് വെച്ചാലും അവിടെ അവർ ജയിക്കാൻ പോകുന്നില്ല. അത് അവർക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഉറപ്പുവരുത്താൻ അവിടെ കഴിയുന്നത് UDFനാണ് എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വോട്ടർമാർക്കിടയിലില്ല. വോട്ടർമാർക്ക് ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഇന്നത്തെ മറ്റൊരു വിസ്മയം, കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിൽ അംഗത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. രാവിലെ ആയിരുന്നു പാണക്കാടെത്തി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാറുള്ളത്? അതായത് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇങ്ങനെ അല്ല, അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ നവമാധ്യമ ചർച്ചകളും പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് എന്തോ ഭയങ്കരമായിട്ടുള്ള കുഴപ്പം വന്നതിനെ സംബന്ധിച്ചാണ് വാർത്തകൾ ലീഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും വേണ്ട, പിന്നെ വൈക്കത്തെ മുൻ MLA അജിത്ത് ഇപ്പൊ എവിടെയാ പോയിരിക്കുന്നത്? BJPയിൽ പോയി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ, LDFന്റെ സിറ്റിംഗ് MLA, അദ്ദേഹം ഇപ്പൊ എവിടെയാ? BJPയിൽ പോയി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. S രാജേന്ദ്രൻ, ഇടുക്കിയിലെ ഇവരുടെ MLA, അദ്ദേഹം എവിടെയാ പോയി? BJPയിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ BJPയിലേക്ക് ഒരാൾ പോകുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ആഘോഷിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് അതിനകത്ത് വലിയ അത്യാഹ്ലാദമൊന്നുമില്ല. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ എന്തോ വലിയ പൊട്ടിത്തെറിയാണ്, സ്ഫോടനമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആയിഷ പോയിട്ട് ഇപ്പൊ എവിടെയാ? PV അൻവർ, ഇവരുടെ കടുന്നൽ കൂട്ടത്തിന്റെ പിന്നെ തലവനായി അവർ തന്നെ അവരോധിച്ചിരുന്ന PV അൻവർ ഇപ്പൊ എവിടെയാ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഒന്നും വേണ്ട, ദീർഘകാലം CPMന് എല്ലാം നൽകിയിരുന്ന നേതാവെന്ന് പറയപ്പെടുന്ന G സുധാകരൻ എവിടെ നിന്നിട്ടാ മത്സരിക്കുന്നത്? ഇപ്പൊ കാരാട്ട് റസാഖ് വീണ്ടും ലീഗിന്റെ പിന്നെ കൂടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പിന്നെ TK ഗോവിന്ദനെ പോലുള്ള ഒരു CPM നേതാവ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം അവിടെ നടത്തിയ പത്രസമ്മേളനം ശരിക്കും ഒരു പാർട്ടി സ്റ്റഡി ക്ലാസ്സാണ്. ഗോവിന്ദൻ മാഷൊക്കെ ഒന്നുകൂടി ഇരുന്ന് കാണേണ്ട സ്റ്റഡി ക്ലാസ്സാണ് അദ്ദേഹം എടുത്തത്. പിന്നെ തളിപ്പറമ്പിലെ TK ഗോവിന്ദനാണെങ്കിൽ പയ്യന്നൂരിൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ അല്ലേ, അദ്ദേഹം പറഞ്ഞ എന്താ? പ്രവർത്തകർ ഇനി നേതൃത്വത്തെ തിരുത്തേണ്ട കാലമാണെന്ന്. അപ്പൊ അവർക്ക് അവരുടെ ഇരുമ്പുമറയും അവരുടെ പാർട്ടി പിന്നെ റാങ്ക് ആൻഡ് ഫയലിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടും അതിനകത്ത് നിന്ന് ആളുകൾ മറികടന്ന് രംഗത്ത് വരേണ്ട അവസ്ഥയിലേക്ക് അവിടെ മാറുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, അതിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഇപ്പൊ ഭരണത്തോട് മാത്രമാണ് താല്പര്യം. അവരുടെ പാർട്ടിയേക്കാൾ, ആശയങ്ങളെക്കാൾ ഭരണത്തോട് താല്പര്യമാണ്. അല്ലെങ്കിൽ ഒരു CPM മന്ത്രി പഞ്ചായത്തിൽ ജയിച്ച ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ കാര്യം മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു CPMന്റെ മന്ത്രി കേരളത്തിൽ നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് തിരുത്തിയതെങ്കിലും നിങ്ങൾ കണ്ടോ?
അപ്പോൾ CPM-ന്റെ പൊളിറ്റിക്സ് തന്നെ അടിയറവ് വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും BJP സഹായം കിട്ടിയിട്ടാണെങ്കിലും ഭരണത്തിൽ തുടരാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള വ്യഗ്രത മാത്രമാണ് അവർ വെച്ച് പുലർത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ CPM-നകത്ത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി CPM ആയതുകൊണ്ടും മാഷാ അല്ലാ ഇന്നോവയും സ്റ്റിക്കറും ഒക്കെ പേടിയുള്ളത് കൊണ്ടും ഇപ്പൊ പലരും പ്രതികരിക്കുന്നില്ല. അവരുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കടന്നു വരുന്ന ആളുകൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി ഈ ദിവസങ്ങൾ നിങ്ങൾ കണ്ടോ, ഇലക്ഷൻ അജണ്ട വീണ്ടും ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയവും ഒക്കെ ആവും. ഇത്രയും ദിവസം സർക്കാർ PR-ന്റെ പേരിൽ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. പിന്നെ മാധ്യമങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങൾ എത്ര ദിവസമായി MP-മാർ മത്സരിക്കോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോരം ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും വരിയായിട്ട് MP-മാർ മത്സരിക്കാൻ നിൽക്കുക, മത്സരിപ്പിച്ചില്ലെങ്കിൽ ആകെ അവിടെ പൊട്ടും തെറിക്കും ബോംബാകും സ്ഫോടനമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറി ഞങ്ങൾ കണ്ടില്ലല്ലോ. സുധാരേട്ടനൊക്കെ നിങ്ങൾ വേറെ പാർട്ടിയാക്കി സ്വതന്ത്രനാക്കി പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പിന്നെ തീരുമാനിച്ചു, അവിടുന്ന് പുറപ്പെടിച്ചു, എന്തെല്ലാം ചെയ്യിപ്പിച്ചു, നിങ്ങൾ എല്ലാ വേഷവും ഇടിപ്പിച്ചു. അതേ ഇപ്പോൾ പാർട്ടിയുടെ സ്ട്രോങ് ആയി കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് അഭിമാനത്തോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വ്യക്തിപരമായ പിന്നെ ലാഭനഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് ഹൗസ് ഞങ്ങളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ സീറ്റിന്റെ തർക്കമൊക്കെ ഏറ്റവും കൂടുതലുണ്ടായ കൊല്ലം 2001 ഞാൻ ഓർക്കുന്നത്. ഫീൽഡ് ചെയ്ത പല സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ വന്നു. അന്ന് ഞങ്ങൾ എത്തിയത് 100 സീറ്റിലാണ്. അപ്പം ഞങ്ങളത് ആവർത്തിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത് ജനങ്ങളോടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ. അത് ഞങ്ങൾ നിറവേറ്റും. ഇത്തവണ ഈ ദുർഭരണത്തിന് ഞങ്ങൾ അറുതി വരുത്തും. ഐക്യ ജനാധിപത്യ മുന്നണി തിരികെ വരും. കേരളം ജയിക്കും. താങ്ക് യു. തിരിച്ചു പറയുന്നത് ആന്റണിയുടെ മകൻ എവിടെ, കെ കരുണാകരന്റെ മകൻ എവിടെ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എവിടെ, സണ്ണി ജോസഫിന്റെ സഹോദരൻ എവിടെ? അല്ല, മകനും മകളും മരുമകനും സഹോദരനും ഒക്കെ എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ MLA-മാരെ എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ സിറ്റിംഗ് MLA-മാരെവിടെ? അവർ അവസരം കൊടുത്ത് ജയിപ്പിച്ച് നിർത്തിയ സിറ്റിംഗ് MLA പോലും BJP പോകുമ്പോൾ മകന്റെയും മരുകളുടെയും കാര്യം പറഞ്ഞിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റൂ? അതിന് കഴിയില്ലല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.